നിഹിലിസ്റ്റ് പെൻഗ്വിൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു പെൻഗ്വിന്റെ ഈ ഒരു ഫോട്ടേജ്. നമുക്കെല്ലാവർക്കും അറിയാം, പെൻഗ്വിൻസ് എല്ലാവരും തന്നെ ഗ്രൂപ്പായിട്ടായിരിക്കും താമസിക്കുന്നുണ്ടാവുക. എന്നാൽ ഈ ഒരു പെൻഗ്വിന് സ്വന്തം കോളനി തന്നെ ഉണ്ടായിട്ടും അതെല്ലാം ഉപയോഗിച്ചിട്ട് ദൂരത്തേക്കുള്ള മലകളിലേക്ക് ഏകദേശം 70-80 കിലോമീറ്റർ ദൂരെയുള്ള ജീവിക്കാൻ പോലും സാധിക്കാത്ത ഭക്ഷണവും ഒന്നും തന്നെ കിട്ടാത്ത ആ ഒരു മേഖലയിലേക്ക് ഒറ്റക്ക് നടന്നു പോകുന്ന ഒരു ഫോട്ടേജാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോട്ടേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. ചിലർക്ക് ഇതൊരു ഇമോഷനായിട്ടും ചിലവർക്ക് ഇതൊരു മോട്ടിവേഷനായിട്ടും വേറെ ചിലവർക്കൊക്കെ ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് തന്നെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥയും പിന്നെ ഇതിന്റെ പുറകിലിരിക്കുന്ന യഥാർത്ഥ സയൻസുമാണ് നമ്മളിതൊരു വീഡിയോ കൂടി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പെൻഗ്വിനെ പറ്റിയും ഇതിന്റെ പുറമെയുള്ള സയൻസിനെയൊക്കെ പറ്റി നോക്കുന്നതിനെക്കാട്ടും മുമ്പ് ഈ ഒരു വീഡിയോ എന്നാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള വെർണർ ഹെർസോക്കിയുടെ എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ഡോക്യുമെന്ററിയിലെ ഒരു ഭാഗമാണ് സത്യത്തിൽ ഇത്. അതും 2007 ഷൂട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ സത്യത്തിൽ ഈ ഒരു സംഭവം തന്നെ 2007 സംഭവിച്ചതാണ്. 2007 സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ 2026 ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഇത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വീണ്ടും ആരെങ്കിലും റീപോസ്റ്റ് വല്ലതും ചെയ്തിട്ട് അങ്ങനെ വീണ്ടും ട്രെൻഡ് ആയതായിരിക്കും. ശാസ്ത്രജ്ഞരും ചലച്ചിത്ര നിർമ്മാതാക്കളും കൂടി അന്റാർട്ടിക്കയിൽ വന്യജീവികളെ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ പെൻഗ്വിൻസ് ഒക്കെ ജീവിക്കുന്നത് തീരപ്രദേശങ്ങളിൽ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും, ഒരു കോളനി പോലെ ആയിരിക്കും അവർ ജീവിച്ചു പോകുന്നുണ്ടാവുക. എന്നാൽ പെട്ടെന്ന് അതിലെ ഒരു പെൻഗ്വിന് കോളനി വിട്ട് 80-70 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള മലകളിലേക്ക് ഒറ്റക്ക് നടന്നു പോകുന്നതായിട്ടായിരുന്നു ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു പെൻഗ്വിനെ പിടിച്ച് പിന്നെയും ആ ഒരു കോളനിയിൽ തന്നെ കൊണ്ടേ വെച്ചാൽ പോലും അത് വീണ്ടും നടന്ന് പിന്നെയും ആ ഒരു 80-70 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള മലകളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നതായി കണ്ടു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഡോക്യുമെന്ററി എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ വൈൽഡ് ലൈഫിനെ പറ്റിയും അവിടുത്തെ ക്ലൈമറ്റിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. അവരവിടെ എന്താണോ കാണുന്നത് അത് തന്നെയായിരുന്നു ഒരു ഡോക്യുമെന്ററി ആയിട്ട് അവർ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സത്യത്തിൽ അവിടെ ശരിക്കും നടന്ന ഒരു സംഭവം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും ഒരുപാട് തിയറീസുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പെൻഗ്വിൻ എന്തോ ഒരു ലക്ഷ്യത്തോടെയാണ് ആ ഒരു മലകളിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്നും ആ മലയുടെ അവിടെ ആരോ ഉണ്ടെന്നും അങ്ങനത്തെ ഒരുപാട് തിയറീസുകൾ ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. എന്നാൽ സയന്റിസ്റ്റ് ആളുകളൊക്കെ പറയുന്നത് സയൻസ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു പെൻഗ്വിൻസിനൊന്നും തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പെരുമാറാനുള്ള ഒരു കഴിവും തന്നെ സത്യത്തിലില്ല. അവർക്ക് പോവേണ്ട വഴികൾ തന്നെ കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ സിഗ്നൽസ് വഴിയാണ്. ഉദാഹരണത്തിന് സൂര്യന്റെ വെട്ടം, അവിടുത്തെ തണുപ്പ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പെൻഗ്വിൻസ് എല്ലാവരും തന്നെ നോക്കുന്നത് മറ്റു പെൻഗ്വിനൊക്കെ ഏത് റൂട്ടാണ് പോകുന്നത് ആ ഒരു റൂട്ട് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ പെൻഗ്വിൻസും പോകുന്നുണ്ടാവുക. എന്നാൽ ചിലപ്പോഴൊക്കെ അന്റാർട്ടിക്കയിൽ ക്ലൈമറ്റ് വളരെ മോശമായി കഴിഞ്ഞാൽ ഇതൊന്നും കറക്റ്റായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കണമെന്നില്ല. ചിലപ്പോൾ അവരുടെ വിസിബിലിറ്റി കുറയും, എല്ലാ സ്ഥലങ്ങളും അവർക്ക് ഒരേപോലെയൊക്കെ തോന്നും. അപ്പൊ ഇതുവഴി അവർക്ക് വഴിതെറ്റി പോകുന്നതൊക്കെ സത്യം പറഞ്ഞാൽ കോമൺ ആണ്. ഇതിനെ സയന്റിസ്റ്റുകൾ ഡിസ്ഓറിയന്റേഷൻ അല്ലെങ്കിൽ നാവിഗേഷൻ എറർ എന്നൊക്കെയാണ് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു പെൻഗ്വിൻ എന്തോ ഒരു ഉദ്ദേശത്തോടെയാണ് അങ്ങോട്ടേക്ക് പോയതെന്നൊന്നും ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ പെൻഗ്വിന് മരണം, മീനിങ്, പർപ്പസ് ഇതൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. എന്നാൽ ഇതിൽ വരുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടേജ് തന്നെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആ ഒരു പെൻഗ്വിനെ മാറ്റി നിർത്തി ചുറ്റുമുള്ള മറ്റു പെൻഗ്വിൻസിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും കറക്റ്റായിട്ട് തന്നെ വരിയായിട്ട് തിരിച്ചവരുടെ കോളനിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പെൻഗ്വിൻ മാത്രമാണ് അവരെല്ലാവരും ഇഗ്നോർ ചെയ്തുകൊണ്ട് തിരിച്ച് പിന്നെ ഒരു മലയിലേക്ക് തന്നെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സയന്റിസ്റ്റ് ആളുകളൊക്കെ ഇതിനും ഒരു റീസൺ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു പെൻഗ്വിന് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കണ്ണിന് വല്ല പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതും ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു റീസൺ തന്നെയാണ്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പെൻഗ്വിനൊക്കെ ഗ്രൂപ്പ് വിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് ഒറ്റക്ക് പോകാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 99.9% ഇല്ല എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള 0.1% മാത്രമാണ് പെൻഗ്വിനൊക്കെ ഇങ്ങനെ പെരുമാറി ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രക്ക് റെയർ ആയിട്ട് മാത്രമേ ഈ ഒരു സംഭവം നടക്കത്തുള്ളൂ. പക്ഷെ എന്നും പറയുന്നത് ഒരിക്കലും നടക്കത്തില്ല എന്നല്ല. ബയോളജിക്കലി വെച്ച് നോക്കുമ്പോൾ ഇത് പോസിബിൾ ആണ്. പക്ഷെ
ഇത് വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു അനോമലി മാത്രമാണിത്. 99.9% പോസിബിലിറ്റി എന്ന് പറയുന്നത് അവർ തീരപ്രദേശത്ത് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഒരു കോളനി പോലെ താമസിക്കാനാണ്. ബാക്കി 0.1% മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒറ്റക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു പെൻഗ്വിൻ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇത് ഇത്രയും ട്രെൻഡിങ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണോ ഈ ഒരു ഫോട്ടേജും മനുഷ്യർ ഇമോഷൻസും കൂടി കണക്ട് ചെയ്ത് കാണാൻ വേണ്ടി തുടങ്ങിയത് അപ്പം മുതലാണ്. എന്തൊക്കെ തന്നെയാലും സയൻസ് ലോകത്തിന് ഇപ്പം ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഇതുവരെ ഇതിന് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മുന്നേ അടിപൊളി വീഡിയോസുകൾ സെറ്റ് ആക്കിയിട്ട് വരുന്നവരെ